പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൽ നിന്നും മുഴങ്ങിയ ഈ സ്വരം എല്ലാവരെയും സ്തബ്ധരാക്കി. ഏലി ഏലി ലമ സബ്താനി. തീവ്രമായ അടുപ്പത്തിൽ നിന്നാണ് എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്ന നിലവിളി ഉയരുക. ഏലി ഏലി ലമ സബ്താനി. മാംസത്തിൻ്റെ നിലവിളി മനുഷ്യനിൽ നിന്ന് ദൈവം ഏറ്റെടുക്കുന്നു. തൻ്റെ പുത്രനിലൂടെ കുരിശിൽ. ഏദനിൽ നിന്ന് ഇന്നോളം തുടരുന്ന മാംസത്തിൻ്റെ നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഉപേക്ഷിക്കണമെങ്കിൽ അടുപ്പമുണ്ടായിരിക്കണം. അടുപ്പമുണ്ടായിട്ടും അകന്നുപോയി, അല്ലെങ്കിൽ അടുത്തിരുന്നതിനെ എന്തോ മുറിച്ചു മാറ്റി എന്ന തോന്നലാണ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ നെടുവീർപ്പായി പുറത്തു വന്നത്. ഉപേക്ഷിച്ചു എന്ന നിലവിളി യഥാർത്ഥത്തിൽ എന്തിനോടോ ഉള്ള അടുപ്പത്തിൻ്റെ തീവ്രതയുടെ തിരിച്ചറിവാണ്. വചനം മാംസം ധരിച്ചത് മാംസത്തെ ഈ തിരിച്ചറിവിലെത്തിക്കാനാണ്. സൃഷ്ടാവിൽ നിന്ന് സ്വാതന്ത്ര്യം മോഹിച്ച് മാംസം ഏദനിലേക്ക് എന്നേക്കുമായി അടർന്നു പോകുവാൻ ആഗ്രഹിച്ചു. നന്മതിന്മകളുടെ തിരിച്ചറിവ് കെടുത്തുന്ന സ്വാതന്ത്ര്യം പക്ഷേ മാംസത്തിൽ നൽകിയത് വേദനയാണ്, സഹനമാണ്. ഇവിടെ ഇതാ ഗാഗുൽത്തായിൽ കുരിശാകുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൽ തൂങ്ങി മനുഷ്യൻ പുളയുന്നു. നന്മതിന്മകളുടെ തിരിച്ചറിവ് നൽകുന്ന വേദനയുടെ ചൂളയിൽ കിടന്ന് മനുഷ്യൻ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇവിടെ നാം നന്മതിന്മകളുടെ കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്ന മനുഷ്യനാണ്. നന്മതിന്മകളുടെ തിരിച്ചറിവ് മനുഷ്യന് നൽകുന്നത് വേദനയുടെ മുള്ളാണികളാണ്, മുൾക്കിരീടമാണ്, കയ്പുനീരാണ്. ഈ തിരിച്ചറിവ് നൽകുന്ന സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായി തെറ്റിദ്ധരിച്ചാൽ ഏതൊരു മനുഷ്യനും വേദന താങ്ങാൻ കഴിയാതെ പറഞ്ഞു പോകും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഉപേക്ഷിച്ചത് ദൈവമല്ല, മനുഷ്യൻ മെനഞ്ഞവിൽ നിന്ന് അടർന്നു മാറുമ്പോഴുള്ള
ഉപേക്ഷിച്ചെന്ന തോന്നലാണ് ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ തോന്നൽ. ഏദനിലെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരികെ മനുഷ്യനെ കൊണ്ടുവരാനാണ് മെനഞ്ഞവൻ തന്നെ മാംസം ധരിക്കുന്നത്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന മാംസത്തിൻ്റെ അനാദികാലം മുതലുള്ള നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മനുഷ്യൻ്റെ ഈ നിലവിളി ദൈവം ഏറ്റെടുക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ, തൻ്റെ പുത്രനിലൂടെ, കുരിശിലെ നിലവിളി ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകന്നുപോയി മാംസത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യൻ്റെ നിലവിളിയുടെ പ്രതിധ്വനിയാണ്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം മാംസത്തിനു വേണ്ടി കുരുതി കൊടുത്തപ്പോഴെല്ലാം മനുഷ്യൻ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. മാംസം ആത്മാവിൽ നിന്ന് പറിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന സഹനം. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുമ്പോൾ മാംസം കുരിശിലേറ്റപ്പെടുന്നു, മുള്ളാണികളാൽ തറയ്ക്കപ്പെടുന്നു. കാരണം ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ അവനിൽ അന്യമാകുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. യേശുക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-25 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിൽ ജീവിക്കാൻ പറ്റാതെ വരുന്ന ആത്മസംഘർഷത്തിൽ പൗലോസ്ലീഹായെപ്പോലുള്ള ഏതൊരാളും പറഞ്ഞു പോകും, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? റോമ 7:24. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാതെ തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമ 7:19. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. റോമ 8:26. അനാദികാലത്തോളമുള്ള മനുഷ്യാത്മാക്കളുടെ നെടുവീർപ്പാണ് വാക്കുകളായി കുരിശിൽ മനുഷ്യപുത്രൻ്റെ വായിൽ നിന്ന് അടർന്നു വീഴുന്നത്. ഏലി ഏലി ലമ സബക്താനി. ആത്മാവിൻ്റെ ഈ നെടുവീർപ്പാണ് മാംസത്തിനു വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യം തന്നെ ഈ മാധ്യസ്ഥം ആണല്ലോ. കാലിത്തൊഴുത്ത് തുടങ്ങി കാൽവരിയിൽ ഈ മാധ്യസ്ഥ്യം അതിൻ്റെ പരമകോടിയിലെത്തുന്നു. ശരീരത്തിൽ പാപത്തിൻ്റെ പീഡനമേൽക്കുന്ന മനുഷ്യൻ്റെ പ്രതിനിധിയായി പിതാവായ ദൈവത്തോട് യേശു കുരിശിലും മധ്യസ്ഥം യാചിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ആ അവസാന നെടുവീർപ്പും അപേക്ഷയായി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശു തലചായ്ച്ച് മരിച്ചു. യേശുവിൻ്റെ കുരിശുമരണം മാംസത്തെ ആത്മാവിൽ ലയിപ്പിച്ച് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്താനുള്ള സഹന സമരമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു മരണത്തോടാണ് നാം സാദൃശ്യപ്പെടേണ്ടത്. ഇത് പിതാവായ ദൈവത്തിന് മുൻപിൽ മനുഷ്യന് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്ന മനുഷ്യപുത്രൻ്റെ കുരിശിലെ സത്യാഗ്രഹമാണ്. യേശുവിൻ്റെ ഈ സഹന സമരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് തൻ്റെ സത്യാഗ്രഹ സമരത്തിനുള്ള പ്രചോദനം ലഭിച്ചത്. ഇവിടെ മാംസത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം പരമമായ സത്യത്തോടുള്ള അദമ്യമായ ആഗ്രഹത്തെ പ്രതി ബലി കൊടുക്കുന്നു. ദൈവത്താലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നലാണ് ഈ ബലിയിൽ മനുഷ്യൻ എത്തിച്ചേരുന്ന ഏറ്റവും തീവ്രമായ മാനസികാവസ്ഥ. അതിനെ അതിജീവിച്ച് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്നിടത്താണ് മാംസം മഹത്വീകരിക്കപ്പെടുന്നത്. അവിടെ എത്തിച്ചേർന്നാൽ പിന്നെ ഉയർപ്പിൻ്റെ കവാടമാണ്. ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേർന്നത് ശരീരത്തിനേൽക്കുന്ന വെറും ബാഹ്യമായ മുറിവ് കൊണ്ടോ അതിൽ നിന്നുണ്ടാകുന്ന വേദന കൊണ്ടോ അല്ല. പഞ്ചക്ഷതങ്ങളല്ല, പഞ്ചാരോപണങ്ങളാണ് കുരിശിലെ വിലാപത്തിന് കാരണമായത്. മനുഷ്യനായി അവതരിച്ച ദൈവത്തെ ദേവാലയം നശിപ്പിക്കുന്നവനെന്നും ദൈവദൂഷണം പറയുന്നവനെന്നും വഴിപിഴപ്പിക്കുന്നവനെന്നും രാജാവ് ചമയുന്നവനെന്നും ദൈവപുത്രനെന്ന് അഹംഭാവിക്കുന്നവനെന്നും വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഈ ആരോപണങ്ങളുടെ കുരിശിൽ കിടന്ന് പിടയുന്ന ആത്മാവിൻ്റെ ആത്മരോധനമാണ്
ഏലി ഏലി ലമ സബ്താനി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തന്നെയായ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി ഞങ്ങൾ ഈ ദിവ്യ കുദാശയുടെ മുന്നിൽ ആയിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ അയോഗ്യരെങ്കിലും അവിടുത്തെ കാരുണ്യം ഒന്ന് ഞങ്ങളെ നിർബന്ധിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുവാനും അവിടുത്തേക്ക് ആശ്വാസമരുളുവാനുമായി ഞങ്ങൾ ഈ തിരുമണിക്കൂർ ഉപയോഗിക്കട്ടെ. ഭക്തിയും ഏകാഗ്രതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തരണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കാൻ വരണമേ. അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങാണ് ഞങ്ങളുടെ കർത്താവും രക്ഷകനും എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഏറ്റുപറയുന്നു. ദൈവമേ, സത്യത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിയുടെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങ് കരുണയുള്ളവനാണ്, പാപികളോട് ക്ഷമിക്കുന്നവനാണ്. ദൈവമേ, ഞങ്ങളുടെ അപരാധങ്ങൾ തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ പാപങ്ങൾ മറന്നു കളയണമേ. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൃപാപൂർണനാണ്, അങ്ങ് വിശ്വസ്തനാണ്. വഴിതെറ്റിപ്പോയവർക്ക് നേരായ മാർഗം കാണിച്ചു തരുന്നവനാണ്. വിനീതരെ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നവനാണ്. ജീവനും രക്ഷയുമായ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെ തണലിൽ സംരക്ഷിക്കണമേ. അങ്ങയുടെ മാർഗം സ്നേഹമാകുന്നു. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ സത്യവും രക്ഷയുമാകുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് വെളിച്ചമേകണമേ. അങ്ങേ സ്നേഹത്തിന് പ്രതിസ്നേഹമായി ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നല്ല കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന് മുൻപിലായിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതോട് ഉൾച്ചേരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നല്ല കർത്താവെ, അവിടുത്തെ കുരിശിൻ ചുവട്ടിലായിരുന്നു കൊണ്ട് അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായ ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരുന്നു കൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പാപമോ ലോകത്തിൻ്റെ തിന്മയോ ഒന്നും കണക്കിലെടുക്കാതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്നേഹം മാത്രമായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാനും അവസാന തുള്ളി രക്തം വരെ ചിന്തുവാനും മനസ്സായി. അവിടുന്ന് മനുഷ്യരുമായി പലവട്ടം ഉടമ്പടി ചെയ്തു. രക്ഷകനെ സ്വീകരിക്കുവാൻ വേണ്ടി അവരെ ഒരുക്കി. കർത്താവേ, ഒരു ജനമായി വിളിച്ചുകൂട്ടി അങ്ങ് ഞങ്ങളെ ഒരുമിപ്പിക്കാനായി പരിശ്രമിച്ചു. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്നതുപോലെ അവിടുത്തെ ചിറകിൻ തണലിൽ ചേർത്ത് പിടിക്കാനായിട്ട് അവിടുന്ന് ഏറെ പരിശ്രമിച്ചു. അവിടുന്ന് പരിപൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിപൂർണരായിരിക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ചു. ഒരു കാരണത്താലും ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് ഉറപ്പ് തന്നു. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരുന്നാലും അവിടുന്ന് ഞങ്ങളെ മറക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നു.
അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഞങ്ങളുടെ അവിശ്വസ്തതയെയും കുറവുകളെയും തെറ്റുകളെയും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനും നാഥനായ അവിടുത്തെ തിരുസന്നിധിയിൽ ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സർവ്വശക്തിയോടും കൂടി അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു.
പരിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഈശോയെ കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പിതാവിനോട് ചോദിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഈ വാക്കുകൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണം ആസന്നമായ നിമിഷത്തിൽ ഇപ്രകാരം ഉച്ചത്തിൽ നിലവിളിക്കുക അസാധ്യമാണെന്ന് നമുക്കറിയാം. മരിച്ചുകൊണ്ടിരിക്കെ തന്നെ അത്യുച്ചത്തിൽ കരയുന്നത് അതിസ്വാഭാവികമായ ശക്തിയുടെ സൂചനകളാണ്. തീവ്രമായ മരണവേദനയുടെ കാഹളനാദവുമാണ്. ദൈവവും മനുഷ്യനുമായവൻ ദൈവിക ശക്തി കൊണ്ട് മാനുഷിക സഹനത്തിൻ്റെ തീവ്രത കുറച്ചതാണെന്നുള്ള ആശയത്തെ നിർവീര്യമാക്കുവാനും ഏതൊരു മനുഷ്യനെയേക്കാൾ കൂടുതൽ താൻ സഹിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയുമാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഈ തിരുവചനങ്ങൾ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഈശോയെ, അവിടുത്തെ നിലവിളി ഒരു വിലാപമായിരുന്നില്ലെന്നും ഒരു വിശ്വാസത്തിൻ്റെ പ്രബോധനമായിരുന്നെന്നും ഞങ്ങൾക്കറിയാം. യാതൊരാശ്വാസവും നൽകാതെ തൻ്റെ ഏകജാതനെ കുരിശിൽ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഭീകരമാണ് മനുഷ്യരാശിയുടെ പാപമെന്നാണ് ഈ തിരുമൊഴിയുടെ അടിസ്ഥാനം എന്ന് ഞങ്ങൾ അറിയുന്നു. പാപപരിഹാര ബലിയാണ് യേശു പിതാവിന് സമർപ്പിക്കുന്നത്. അതേസമയം യേശു പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുകയോ അനാദി മുതലേ യേശുവിനോടൊപ്പമുണ്ടായിരുന്ന മഹത്വം എടുക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്നാൽ തീവ്രമായ സഹനത്തിൻ്റെ നേരങ്ങളിൽ തൻ്റെ വിശ്വസ്തരായ സേവകർക്ക് ദൈവം നൽകുന്ന സമാശ്വാസങ്ങളെല്ലാം യേശുവിന് നിഷേധിക്കപ്പെട്ടു. യേശു അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഭയം യേശുവിനെ വിഴുങ്ങി. സഹനത്തിൻ്റെ കഠിനമായ കയ്പാസ്വദിക്കുവാൻ യേശുവിനെ വിട്ടുകൊടുത്തു. ഇതെല്ലാം നാം അർഹിക്കുന്ന ദണ്ഡനങ്ങളാണ്. ഗെത്സമേനിയിൽ വെച്ചുണ്ടായത് ഇതേ അനുഭവങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ തീവ്രമാണ് കുരിശിലെ പരിത്യക്ത അവസ്ഥ. ഓ പിതാവേ, നിത്യനായ പിതാവേ, ഇത്ര കൈപ്പേറിയ ഒരു മരണം കൊണ്ട് ശിക്ഷിക്കത്തക്കവണ്ണം എന്തു കുറ്റമാണ് നിരപരാധിയും വിനീതനുമായ നിന്റെ പുത്രൻ ചെയ്തത്? ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കുക. മുള്ളുകളാൽ മുറിക്കപ്പെട്ട ശിരസ്, കാരിരും പാണികളിൽ തൂങ്ങപ്പെട്ട ശരീരം. മുറിപ്പെട്ടവനെ മുറിവുകൾ താങ്ങുന്നു. എല്ലാവരും അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, സ്വന്തം ശിഷ്യന്മാർ പോലും. എല്ലാവരും അവനെ നിന്ദിക്കുന്നു. എല്ലാവരും അവനെതിരെ ദൂഷണം പറയുന്നു. അവനെ അഗാധമായി സ്നേഹിക്കുന്ന നീ എന്തുകൊണ്ട് അവനെ ഉപേക്ഷിച്ചു? യേശു ചുമക്കുന്നത് ലോകത്തിൻ്റെ പാപമാണെന്ന് നമുക്കറിയാം. എല്ലാവരെയുംകാൾ വിശുദ്ധനാണ് യേശു. അവൻ വിശുദ്ധി തന്നെയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ വഹിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ പാപികളിലും വലിയ പാപിയായി അവൻ കണക്കാക്കപ്പെട്ടു. മഹാപാപിയായി തന്നെ പരിഗണിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള പാപപരിഹാര ബലി അവൻ സമർപ്പിച്ചു. നരകത്തിൽ നിത്യനിരാശയിൽ എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടുവാൻ നാം യോഗ്യരായതുകൊണ്ട് നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ അവൻ ആശ്വാസരഹിതമായ മരണം തിരഞ്ഞെടുത്തു. പാപികൾക്ക് നേരെ പിതാവായ ദൈവത്തിന് തോന്നുന്ന ക്രോധം മുഴുവൻ പിതാവിനെ സംപ്രീതിപ്പെടുത്തുവാൻ യേശു അനുഭവിച്ചുവെന്നും ശപിക്കപ്പെട്ടവർക്ക് വിധിച്ച ദണ്ഡനങ്ങൾ മുഴുവൻ യേശു സഹിച്ചുവെന്നും നാം മനസ്സിലാക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുവാൻ യേശുവിന് എങ്ങനെ കഴിയും? പിതാവേ, നിന്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന തിരുമൊഴിയുമായി എങ്ങനെ പൊരുത്തപ്പെടും? വിശുദ്ധ ജെറോം
പറയുന്നു. നിരാശനായ രക്ഷകന്റെ വിലാപമല്ലിത്. യേശു കുടിക്കുന്ന സഹനത്തിൻ്റെ കാസയുടെ കയ്പാണ് ഈ നിലവിളിയിലൂടെ പ്രകാശിതമാകുന്നത്. സമാശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത കയ്പ്. തന്നെയുമല്ല, താൻ ദൈവത്താൽ വെറുക്കപ്പെടുന്നു എന്ന ചിന്തയിൽ നിന്നല്ലാതെ നിരാശ ഉത്ഭവിക്കുകയില്ല. തൻ്റെ ഹിതം നിറവേറ്റിയ സർവ്വ മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി സ്വയം സമർപ്പിച്ച പുത്രനെ വെറുക്കാൻ പിതാവിനെങ്ങനെ കഴിയും? പിതാവ് ഈ അനുസരണത്തെ പ്രതിയാണ് അവനെ വീക്ഷിച്ചതും മനുഷ്യവംശത്തിൻ്റെ രക്ഷ അവന് പ്രദാനം ചെയ്തതും. തന്നെയുമല്ല, ഈ പരിത്യക്താവസ്ഥ യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ ഏറ്റവും ഭീകരമായിരുന്നു. ഒരു പരാതിയുമില്ലാതെ ഈ പ്രാണവേദനയെല്ലാം സഹിച്ച് അതേക്കുറിച്ച് അവൻ വിലപിച്ചു. അവൻ ഉറക്കെ കരഞ്ഞു, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുന്നതിന് വലിയ സഹനം ആവശ്യമുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അവിടുത്തെ ഈ നിലവിളി. ഈ കണ്ണീരും പ്രാർത്ഥനയും കുറ്റവാളിയായ ഒരാത്മാവിന് ലഭിക്കാവുന്ന ശിക്ഷ എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാനും യേശുവിൻ്റെ വിലാപം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അവന് എന്നേക്കുമായി തിരസ്കരിക്കപ്പെടുന്നു. അവരെ എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും, അവരെ ഒരിക്കലും ഞാൻ സ്നേഹിക്കുകയില്ല എന്ന തിരുമൊഴികൾ നമുക്കോർക്കാം. കുരിശിൽ മരണത്തിൻ്റെ നേർക്കാഴ്ചയിൽ പ്രക്ഷോഭിതമായി യേശുവിൻ്റെ മനസ്സെന്ന് വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നു. ആ പ്രക്ഷോഭണം തൻ്റെ അനുയായികളുടെ സമാശ്വാസത്തിന് വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മരണസമയത്ത് ഒരു വേള അവരുടെ മനസ്സ് അസ്വസ്ഥമായാൽ പാപാത്മകമായി ചിന്തകളിലേക്കും നിരാശയിലേക്കും വഴുതിപ്പോകാതെ യേശുവിൻ്റെ മനോഭാവത്തെ ധ്യാനിക്കാൻ വേണ്ടിയാണിത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രക്ഷകന് നന്ദി പറയാം. നാം അർഹിക്കുന്ന വേദനകൾ അവൻ ഏറ്റെടുത്ത് നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ അവന് യോഗ്യമല്ലാത്ത എല്ലാ മമതച്ചരടുകളും പൊട്ടിച്ച് നമ്മുടെ വിമോചകനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാതെ ഏകാന്തമായ നിരാശ്രയത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നമുക്ക് കുരിശിൽ യേശു അനുഭവിച്ച നിരാലംബത്തെക്കുറിച്ച് ചിന്തിക്കാം. ചിലപ്പോൾ അവൻ തൻ്റെ സ്നേഹിതരിൽ നിന്ന് മറഞ്ഞിരുന്നെന്ന് വരാം. എന്നാൽ ഒരിക്കലും അവൻ അവരുടെ ഹൃദയം വിട്ടുപോവുകയില്ല. ആന്തരിക കൃപ കൊണ്ട് അവൻ അവരെ സഹായിക്കുന്നു. നമ്മുടെ പരിത്യക്താവസ്ഥയിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് നാം പ്രാർത്ഥിച്ചാലും അവന് നമ്മോട് അപ്രിയം തോന്നുകയില്ല. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പരിത്യക്താവസ്ഥ തുടരുന്നെങ്കിൽ യേശു ഗെത്സമേനിൽ ചെയ്തതുപോലെ നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് വിധേയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് പോലെ പ്രത്യക്ഷത്തിലും അപ്രത്യക്ഷത്തിലും യേശു ഒരുപോലെ സ്നേഹയോഗ്യനാണ്. കൂടാതെ നരകത്തിൻ്റെ അവകാശിയായിരുന്നവൻ, അതിൽ നിന്ന് മുക്തനായവൻ എല്ലാ സമയങ്ങളിലും ഞാൻ ദൈവത്തെ പുകഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓ എൻ്റെ ഈശോയെ, സമാശ്വാസങ്ങളൊന്നും ഞാൻ അർഹിക്കുന്നില്ല. നിന്നെ സ്നേഹിക്കുന്നതിനുള്ള വരം മാത്രം മതി എനിക്ക്. എന്തിനാണെൻ്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെൻ്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാ ദിവ്യഭോജ്യം ധന്യരാക്കാം. രക്തശരീരമാ ദിവ്യ
പൂജ്യമാം സക്രാരി തന്നിലായി നീ തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ. പൂജ്യമാം സക്രാരി തന്നിലായി നീ അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെന്റെ ഹൃത്തിലേക്ക്. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെന്റെ ഹൃത്തിലേക്ക്. സക്രാരി വിട്ടെന്റെ ഹൃത്തിലേക്ക്. എന്തിനാണെന്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? എന്തിനാണെന്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? നീ സംപ്രീതനാക്കുവോളം പരിത്യക്താവസ്ഥയിൽ കഴിയുന്നതിൽ ഞാൻ സംതൃപ്തനാണ്. ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നവർ ഇപ്രകാരം ദൈവത്തിൻ്റെ തിരുച്ചിത്തത്തിന് വിധേയപ്പെട്ടാൽ നരകമൊരിക്കലും അവർക്ക് നരകമായിരിക്കുകയില്ല. എന്നാൽ ഈശോ കർത്താവേ, അങ്ങയുടെ സഹായം ഒരിക്കലും എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. എൻ്റെ ഈശോയെ, എൻ്റെ പ്രതിരോധത്തിന് നേരെ നീ അരിവോടെ നോക്കണമേ. നിന്റെ മരണത്തിൻ്റെ യോഗ്യതകളാൽ മരണസമയത്തെ എൻ്റെ സമരത്തിൽ എനിക്ക് സഹായം നിരോധിക്കരുതേ. ആ സമയത്ത് ഭൂമിയിലുള്ള ഒന്നിനും എന്നെ സഹായിക്കാനാവില്ല. എനിക്ക് വേണ്ടി മരിച്ച നിനക്കല്ലാതെ ആർക്കും എന്നെ സഹായിക്കാനാവില്ല. സഹനത്തിൻ്റെ അത്യുച്ചത്തിൽ നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. നിന്റെ പരിത്യക്താവസ്ഥയിൽ നീ സഹിച്ച വേദനകളെ പ്രതി എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസൃതമായി ഞങ്ങളെ ശിക്ഷിക്കരുതേ. പിന്നെയോ നീ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച കൃപാസമൃദ്ധിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യം എത്രയധികമാണെന്ന് അവിടുത്തെ കുരിശുമരണം ഞങ്ങൾക്ക് വെളിവാക്കി തരികയാം. എത്രമാത്രം സഹിച്ചാലും തീവ്രമായ സ്നേഹത്തിന്
അതൊന്നും ഭാരമാകില്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഓ നല്ല കർത്താവേ, ഈ സ്നേഹത്തിന് സ്നേഹം, ഈ ത്യാഗത്തിന് ത്യാഗം എന്ന് ആദിമ ക്രൈസ്തവർ പറഞ്ഞതുപോലെ അവിടുത്തെ വലുതായ സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ മുഴുവനായും അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. ഈശോനാഥ, അവിടുത്തെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ, അവിടുത്തെ വേദനകളോട് തുലനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ എത്രയോ നിസ്സാരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അവിടുത്തെ വലിയ സഹനത്തോട് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ പരിപൂർണമായി അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. നാഥ ദൈവമേ, അവിടുത്തെ വലുതായ സ്നേഹത്തിൻ്റെ ആ ആഴങ്ങളിലേക്ക് ഓരോ ദിവസവും ആഴത്തിലിറങ്ങുവാനും അതിൻ്റെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് സ്വർഗത്തെ നോക്കി സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസ് കല്ലെറിയപ്പെട്ടപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ സ്വീകരിക്കാനായി നിൽക്കുന്നതും കാണുകയുണ്ടായി. ഈശോയെ, അതുപോലെ ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതയാത്രയിലും സ്വർഗം നോക്കി യാത്ര ചെയ്യുവാൻ, സ്വർഗത്തിൽ ഞങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അങ്ങയുടെ മുഖത്തുനിന്ന് കണ്ണു പറിക്കാതെ മുന്നോട്ട് നീങ്ങുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിലാണെങ്കിലും സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ചു നൽകി സ്വർഗീയ സൗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതവും കഷ്ടപ്പാടുകളും വിഷമങ്ങളുമൊക്കെ സ്വർഗത്തിലേക്കുള്ള മാർഗമായി അവിടേക്കുള്ള നിക്ഷേപങ്ങളായി ശേഖരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സഹായം വരളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മധുര